കൂട്ടുകാർക്കും ഗ്രാവിറ്റി യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ, ഹൈസൻബർഗ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ്സുകൾ കാണാത്തവർ ഞങ്ങളുടെ ചാനൽ കയറിയ ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം, ആറ്റോമിക് സ്ട്രക്ചറിലെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ് പഠിക്കാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്ററിന് ഒരു വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. ആൻഡ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ പറയാം. അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരേ സമയം അതിൻ്റെ മൊമെൻറ്റവും പൊസിഷനും ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. എർവിൻ ഷ്രോഡിംഗർ ആൻഡ് വെർണർ ഹൈസൻബർഗ് പ്രൊപ്പോസ്ഡ് എ ന്യൂ മോഡൽ ഓഫ് ആറ്റം കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇത് രണ്ടും, അതായത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ബോർ ആറ്റം മോഡലൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ഷ്രോഡിംഗറും ഹൈസൻബർഗും പുതിയൊരു ആറ്റം മോഡൽ ഉണ്ടാക്കി. അതിനെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. The fundamental equation of quantum mechanics was developed by Schrödinger and is known as Schrödinger equation. അതായത് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനപരമായിട്ട് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത് ഷ്രോഡിംഗറാണ്. ആ ഇക്വേഷനെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താ നോക്കാം. ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H psi is equal to E psi, where H is the mathematical operator called Hamiltonian operator. Hamiltonian operator ആണ് H. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഓപ്പറേറ്റർ. ഇപ്പം നമുക്ക് പറയാം ഗുണനം ഒരു ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഓപ്പറേറ്ററാണ്, സബ്സ്ട്രാക്ഷൻ ഒരു ഓപ്പറേറ്ററാണ്, ഡിവിഷൻ ഒരു ഓപ്പറേറ്ററാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഫൈ എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷനാണ്. സൈ എന്ന് പറയുന്നത് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഒരു സിസ്റ്റത്തിൻ്റെ എനർജി. അത് കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. Psi is the called a wave function. Wave function ആണ് psi എന്ന് പറയുന്നത്. On solving the above equation, we get different values for E and psi. അതായത് above equation, ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇട്ട് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. പർട്ടിക്കുലറായിട്ട് ഇക്ക് ഒരു വാല്യൂ ഉണ്ടാക്കും, സൈക്ക് ഒരു വാല്യൂ കിട്ടും. When Schrödinger equation is solved for hydrogen atom, the solution gives the possible energy levels the electron can occupy and the corresponding wave function psi. അതായത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു എനർജി ലെവൽസ് നമുക്ക് കിട്ടി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള psi വാല്യൂവും കിട്ടി. ഇതാണ് പറയുന്നത്. ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും, ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ബേസിൽ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എനർജി ലെവൽ ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമുക്ക് രണ്ട് വഴികൾ തിരഞ്ഞെടുക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ. ഒന്ന് നേരെ ചുമ്മാ ഒരു പാത്തും, പിന്നെ ഒന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാത്തും. നമുക്കൊരു റാമ്പിൽ കൂടെ, നേരെയുള്ള ആ പാത്തിൽ കൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാല് വെച്ച് പോകാം. പക്ഷെ സ്റ്റെപ്പിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലേ കാല് വയ്ക്കാവുള്ളൂ. ഇതുപോലെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ. ഓരോ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഒക്യുപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനർജി ലെവലായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു എനർജി ലെവലിൽ അതിന് ഒക്യുപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്നാമത്തത് കഴിഞ്ഞാൽ ഇലക്ട്രോണ് രണ്ടാമത്തെ എനർജി ലെവലിലേ പറ്റത്തുള്ളൂ. ആ എനർജി ലെവലിന് ഒരു പ്രത്യേകതരം എനർജി ഉണ്ടായിരിക്കും, പർട്ടിക്കുലർ എനർജി വാല്യൂ ഉണ്ടായിരിക്കാം. അതായത് ഒന്നാമത്തെ ഇലക്ട്രോൺ ഒരു എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിന് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ ഈ സൈഡ് മറ്റൊരു വാല്യൂ കിട്ടണം. ആ വാല്യൂ ഉള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് psi. This wave function psi is a mathematical function and it has no physical meaning. അതൊരു മാത്തമാറ്റിക് ഫംഗ്ഷനാണ്, അതിനൊരു ഫിസിക്കൽ ഒരു മീനിങ്ങും ഇല്ല. The wave function of hydrogen atom or hydrogen like one electron species
ആർ കോൾഡ് അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് ഹൈഡ്രജൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസ്, ആ സ്പീഷീസിൻ്റെ വേവ് ഫംഗ്ഷനെ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നു. All the information about the electron in an atom is stored in its orbital wave function psi. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ എല്ലാ ഇൻഫർമേഷനും അതിൻ്റെ പൊസിഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ആ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷനിലാണെന്നാണ് പറയുന്നത്. ഓർബിറ്റൽ വേവ് ഫംഗ്ഷനിലാണ്. ഇതെന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ബട്ട് psi square has some physical significance. It gives the probability of finding an electron at a point with an atom. അതായത് സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ലെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൈ സ്ക്വയറിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. സൈ സ്ക്വയർ ഒരു പോയിന്റിൽ, ഒരു ആറ്റത്തിലെ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ കാണപ്പെടാനുള്ള സാധ്യത നമുക്ക് സൈ സ്ക്വയറിൽ നിന്ന് കിട്ടുന്നു. സോ സൈ സ്ക്വയർ ഈസ് നോൺ ആസ് probability density and it's always positive. അതായത് ഒരു ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ എന്ന് പറയുന്നത്. അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സൈ സ്ക്വയറിനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നു. ഫ്രം ദ വാല്യൂ ഓഫ് സൈ ടു സ്ക്വയർ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡ് ദ ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത നമുക്ക് ഈ സൈ സ്ക്വയർ വാല്യൂവിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ആദ്യം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇയും സൈയും ക്യാരക്ടറൈസ്ഡ് ബൈ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് നോക്കാം. ദീസ് ആർ certain numbers used to explain the size, shape and orientation of orbitals. ഓർബിറ്റൽസിൻ്റെ സൈസും ഷേപ്പും ഓറിയൻറ്റേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാണ്ടം നമ്പേഴ്സ് വെച്ച്. ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് തന്നെ പറയാം ക്വാണ്ടം നമ്പേഴ്സിനെ. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണിന് സെയിം 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് വരത്തില്ല. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സായിട്ട് പറയാം ക്വാണ്ടം നമ്പേഴ്സിനെ. ദർ ആർ 4 ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിസ്ക്രൈബ് ദ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. മൊത്തത്തിൽ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ദേ ആർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, azimuthal quantum number L, magnetic quantum number ആൻഡ് ഫൈനലി സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ n ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു, അസിമിത്തൽ ക്വാണ്ടം നമ്പറിനെ L ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ M ഉപയോഗിച്ച് അല്ലെങ്കിൽ ML എന്ന് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ ഈസ് S ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇത്രയാണ് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ആദ്യത്തെ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ n. ഇറ്റ് ഗീവ് ദ സൈസ് ഓഫ് ദ ഓർബിറ്റൽ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒരു ആറ്റോമിക് ഓർബിറ്റലിൻ്റെ സൈസ് ഡിനോട്ട് ചെയ്യുന്നു. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആറ്റോമിക് ഓർബിറ്റലിന് എത്രമാത്രം സൈസ് ഉണ്ടെന്ന്. ഇറ്റ് ഗീവ്സ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ. ഒരു എനർജി ഒരു ഇലക്ട്രോണിൻ്റെ എനർജിയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വഴി നമുക്ക് ലഭിക്കുന്നു. ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഈസ് ഫൗണ്ട്. ഇലക്ട്രോൺ കാണപ്പെടുന്ന ഷെൽ ഏതാണെന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടമിൽ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഓൾസോ ഗീവ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ആ ദൂരം എത്രയാണ്, ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ആസ് ദ വാല്യൂ ഓഫ് n ഇൻക്രീസസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് ഓൾസോ ഇൻക്രീസസ്. അതായത് n വാല്യൂ കൂടും തോറും ന്യൂക്ലിയസും ഓർബിറ്റലും തമ്മിലുള്ള ആ ദൂരം കൂടുന്നു. അപ്പോൾ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരം കൂടിക്കൂടി വരുന്നു. The possible values of n are 1, 2, 3, 4, 5, etc. If n is 1, അതായത് n എന്ന് പറയുന്ന വാല്യൂ 1 ആണെങ്കിൽ അത് ഇലക്ട്രോൺ ഏത് ഷെല്ലിലായിരിക്കും? K ഷെല്ലിലായിരിക്കും. ഇനി n എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഇലക്ട്രോൺ ഏത് ഷെല്ലിലായിരിക്കും? L ഷെല്ലിലായിരിക്കും. ഇനി n എന്ന് പറഞ്ഞത് 3 ആണെങ്കിൽ ഇലക്ട്രോൺ ഏതായിരിക്കും? M ഷെല്ലിലായിരിക്കും. അങ്ങനെയാണ് ഓരോ ഷെല്ലിൽ ഇലക്ട്രോൺ എങ്ങനെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഷെല്ലുകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ച്. ഇനി രണ്ടാമത്തെ ക്വാണ്ടം നമ്പറാണ് അസിമിത്തൽ ക്വാണ്ടം നമ്പർ. ഓർ സബ്സിഡറി ഓർ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറയുന്നു. അസിമിത്തൽ ക്വാണ്ടം നമ്പർ വഴി നമുക്കൊരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. And it also gives the subshell or sub-level in which electron is located. ഇലക്ട്രോൺ കാണപ്പെടുന്ന സബ്ഷെൽ ലെവൽ ഏതാണ് അല്ലെങ്കിൽ സബ് ലെവൽ ഏതാണെന്നൊക്കെ നമുക്ക് അസിമിത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്നു.
ഇറ്റ് ഓൾസോ ഗീവ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് കിട്ടുന്നു. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, L can have n values ranging 0 to n-1. That is, for a given value of n, the possible value of L are L is equal to 0, 1, 2 and etc. n-1. അതായത് ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതിൻ്റെ വാല്യൂ n ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെ റേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകാം. ഫോർ എക്സാമ്പിൾ വേർ n വാല്യൂ ഈസ് ഈക്വൽ ടു 1, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 1 ആണെങ്കിൽ വാല്യൂ ഓഫ് L ഈസ് ഓൺലി 0. അപ്പോൾ 1 ആണെങ്കിൽ ഒരു വാല്യൂ മാത്രമേ പ്രിൻസിപ്പൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനുള്ളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ഒരൊറ്റ വാല്യൂ അസിമുത്തൽ ക്വാണ്ടം നമ്പറിലുള്ളൂ. L വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ 2 വാല്യൂസ് ഉണ്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതെന്ന് പറയുന്നത് 0യും 1ഉം ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ 3 വാല്യൂസ് ഉണ്ടാവും L, അത് 0, 1, 2 ആയിരിക്കും. 0, 1, 2 എന്ന് പറയാൻ കാരണം 0 പിന്നെ 0യിൽ നിന്ന് തുടങ്ങുന്നു 1, 2. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 3 എന്ന് പറഞ്ഞ് 3 നിന്ന് n-1 വരെ എന്നല്ല ആദ്യം പറഞ്ഞത്. അപ്പോൾ 3യിൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 2. അപ്പോൾ 0, 1 and 2. ഇനി L വാല്യൂ 0 ആണെങ്കിൽ അത് S ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി L വാല്യൂ 1 ആണെങ്കിൽ അത് P ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി L വാല്യൂ 2 ആണെങ്കിൽ അത് D ഓർബിറ്റലിനെ, L വാല്യൂ 3 ആണെങ്കിൽ അത് F ഓർബിറ്റലിനെ. അപ്പോൾ ഓരോ ഓർബിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതിൻ്റെ വാല്യൂയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആറ്റോമിക് ഓർബിറ്റിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും L വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ. ദ നമ്പർ, ഒരു ഇലക്ട്രോണിൻ്റെ L വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ നമ്പർ ഓഫ് സെബ് ഷെൽ ഇൻ എ പ്രിൻസിപ്പൽ ഷെൽ ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് n. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ n ഈസ് ഈക്വൽ ടു 1, അതായത് ഒരു ഷെല്ലിലുള്ള സബ് ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂവിന് സെയിം ആയിരിക്കും. ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ആ ഷെല്ലിലുള്ള സബ് ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ ആ ഷെല്ലിലുള്ള സബ് ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 1, L ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് കെ ഷെൽ കണ്ടെയ്ൻസ് ഓൺലി 1 സബ് ഷെൽ. അതായത് n വാല്യൂ n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇത് ഷെല്ലാണ്, കെ ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? ഒരു ഷെല്ലേ ഉള്ളൂ. കാരണം L വാല്യൂ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഒരു സബ് ഷെല്ലാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ്? S ഓർബിറ്റലിനെയാണ്. വെൻ n ഈസ് ഈക്വൽ ടു 2, L ഈസ് ഈക്വൽ ടു 0 ആൻഡ് 1, അപ്പോൾ 2 സബ് ഷെല്ലുണ്ട്. n വാല്യൂ 2 ആകുമ്പോൾ 2 സബ് ഷെല്ലുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഷെൽ കണ്ടെയ്ൻസ് 2 സബ് ഷെൽ ആൻഡ് L ഷെൽ കണ്ടെയ്ൻസ് 2 സബ് ഷെൽ, S ആൻഡ് P സബ് ഷെൽസ്. അതായത് 2 n ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അത് L ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് 2 സബ് ഷെല്ലുണ്ട്. അത് ഏതൊക്കെയാണ്? എസും പിയും. അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ 3 ആകുമ്പോൾ L എന്ന് പറയണത് എത്രയാകാം? L എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എങ്ങനെയാണ് പറഞ്ഞത്? 0 തൊട്ട് n-1 വരെ വേരി ചെയ്യാം. അപ്പോൾ 3 ആണ് n എങ്കിൽ 0 തൊട്ട് 2 വരെ Lൻ്റെ വാല്യൂസ് വരാം. അതായത് 0, 1 and 2. അതാണ് n 3 ആകുമ്പോൾ Lൻ്റെ വാല്യൂസ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാം? n ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് M ഷെല്ലിനാണ്. അപ്പോൾ M ഷെല്ലിൽ 3 സബ് ഷെൽസ് ഉണ്ട്. അത് S, P ആൻഡ് D ആണ്. വെൻ n ഈസ് ഈക്വൽ ടു 4, ഈ 3യുടെ കേസ് പറഞ്ഞതുപോലെ n 4 ആകുമ്പോൾ L വാല്യൂസ് 0 തൊട്ട് 3 വരെ വേരി ചെയ്യാം. അപ്പോൾ 0, 1, 2, 3 അങ്ങനെ ഇത്രയും വാല്യൂസ് ഉണ്ട് Lന്. അപ്പോൾ n ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് n ഷെല്ല്. അപ്പോൾ n ഷെല്ല് എത്ര സബ് ഷെല്ലുണ്ട്? 4 സബ് ഷെൽസ്. L വാല്യൂസ് 4 അല്ലേ ഉള്ളത്. അപ്പോൾ 4 സബ് ഷെല്ലുണ്ട് n ഷെല്ലിന്. ഇത്രയാണ് നമുക്ക് L വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M or ML. ഇറ്റ് ഗിവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ ഇൻ സ്പേസ്. അതായത് സ്പേസിൽ എങ്ങനെയാണ് ഓർബിറ്റൽസ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, എക്സ് ഡയറക്ഷനാണോ വൈ ഡയറക്ഷനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. For a given L value, there are 2L plus 1 possible values for M, and these values are given by
എം ഈസ് ഈക്വൽ ടു മൈനസ് എൽ ടു 0 ടു പ്ലസ് എൽ. അതായത് എൽ വാല്യൂ ഇപ്പോൾ എത്രയാണോ അതിൻ്റെ ഇരട്ടിയോട് 1 കൂടുന്ന അത്രയും വാല്യൂ ഉണ്ടായിരിക്കും എം വാല്യൂ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും. പിന്നെ എം വാല്യൂ മൈനസ് എൽ ടു 0 ടു പ്ലസ് എൽ. അതായത് ഇപ്പോൾ എൽ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ എം വാല്യൂസ് എന്ന് പറഞ്ഞാൽ -1, 0, +1 അങ്ങനെയായിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എൽ ഈസ് ഈക്വൽ ടു 0, എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എത്ര എം എൽ വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. അത് നമ്മളെങ്ങനെ നോക്കുന്നത്? 2 × 0 + 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു എം എൽ വാല്യൂസാണ് എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഉള്ളത്. അതായത് എഫ് സബ്ഷെൽ ഒരു ഓർബിറ്റലെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ, അത് എസ് ഓർബിറ്റലാണ്. ഇനി എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. 2 × 1 + 1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 3 വാല്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എം എല്ലിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ -L ടു 0 ടു പ്ലസ് എൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൽ വാല്യൂ എത്രയാണ്? 1. അപ്പം -1, 0, +1. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പി സബ്ഷെല്ലിൽ പ്രധാനമായിട്ടും 3 ഓർബിറ്റൽസ് കണ്ടെയ്ൻ ചെയ്യുന്നു. 3 ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ പി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ PX, PY ആൻഡ് PZ. ഇതുപോലെ എൽ വാല്യൂ 2 ആകുമ്പോൾ എം എൽ വാല്യൂസ് എങ്ങനെ വരും? 2 × 2 + 1 ഈസ് ഈക്വൽ ടു 5 എം എൽ വാല്യൂസ് ഉണ്ട്. ആ 5 വാല്യൂസ് എന്ന് പറഞ്ഞാൽ -2 ടു 0 വരെ, അതായത് -2, -1, പിന്നെ 0 ടു +2 വരെ, 0, +1, +2, -2, -1, 0, +1, +2 അങ്ങനെ 5 വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് കണ്ടെയ്ൻ ചെയ്യുന്നു, കോൾഡ് ഡി ഓർബിറ്റൽസ്. അതെന്ന് പറയുന്നത് DXY, DXZ, DYZ, DX² - Y², DZ², അങ്ങനെ 5 ഓർബിറ്റൽസ് കണ്ടെയ്ൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. അതായത് S or MS എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു സ്പിൻ ക്വാണ്ടം നമ്പർ. ബാക്കി എല്ലാ ക്വാണ്ടം നമ്പേഴ്സും തിയററ്റിക്കൽ ക്വാണ്ടം നമ്പേഴ്സാണ്. പക്ഷേ ഇത് മാത്രമാണ് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടം നമ്പർ. ഇതെന്ന് പറയുന്നത് സ്പിൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെന്നാണ് ഈ ക്വാണ്ടം നമ്പർ നമ്മളെ കാണിച്ചു തരുന്നത്. ഇതെന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് കാണിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്പിൻ ചെയ്യുന്നത് കാണിക്കുന്നു. ഈ വാല്യൂസ് എന്ന് പറയുന്നത് 2 വാല്യൂസാണ് വരുന്നത്. ഒന്നെങ്കിൽ +½ ആകാം, അല്ലെങ്കിൽ -½ ആകാം. +½ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കാണിക്കുന്നു. -½ ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കാണിക്കുന്നു. ഇത്രയുമാണ് ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി പഠിക്കാനുള്ളത് ഈ ചാപ്റ്റർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കി അവസാന ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്